ആര്യാടൻ ഷൗക്കത്തിനെ UDF പരിഗണിക്കുന്നതിൽ PV അൻവറിന് അതിർത്തി അങ്ങനെയാണോ? ഞാൻ എന്നും തൃപ്തനാണ്. UDF തീരുമാനിച്ചത് ഞാൻ എനിക്കെന്താ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് തീരുമാനിക്കാം. അല്ല, അത് അവരുടെ തീരുമാനം. ഞാൻ UDF അല്ലല്ലോ. ഞാൻ UDF അല്ലല്ലോ. UDF തീരുമാനിക്കട്ടെ. അല്ല, എനിക്ക് എന്നും രാഷ്ട്രീയ നിലപാടുണ്ട്. നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിലപാടില്ലെങ്കിൽ എന്തോ ഒരു സുഖമാണ്. ഇത്ര ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീതി കൊടുത്ത പോലെ. പരിപൂർണ പിന്തുണ PV അൻവറിന്റെ ഭാഗത്തുണ്ടാകുന്നു. അല്ലെ, ആരാണ് ഷൗക്കത്ത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഈ ആരാണ് ഷൗക്കത്ത് പറഞ്ഞ PV അൻവറിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടാകും, UDF ഉണ്ടാകും. അതേന്ന് PV അൻവറിന്റെ പിന്തുണ ഇപ്പൊ നിങ്ങൾക്കില്ലേ? ചായട്ടിയോ? PV അൻവറിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ട്. അതിലൊന്നും ചായ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആരെയെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല എന്നുള്ളൊരു പ്രസ്താവന, അത് കുറച്ചുകൂടി അതിന് ആഴമുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് അല്ലേ? പിണറായിസത്തിനെതിരമാണ് കേരളത്തിലെ ജനത എന്ന വോട്ടിംഗ് പാറ്റേണും വോട്ടുമാണ് നിലമ്പൂരിൽ വരേണ്ടത്. ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. മത്സരിക്കണമെന്ന് 8 മാസം കഴിഞ്ഞാൽ 140 സീറ്റ് വിടല്ലേ? അവിടെ വന്ന് കുത്തിത്തിരികെ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പല്ലത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഈ പിണറായിസത്തെ തകർക്കാൻ വേണം. അവർ സർവ്വശക്തിയും സ്വാംശീകരിക്കുന്നു, BJPയെ പിടിക്കുന്നു, BJP പച്ചയായി ഇറങ്ങുന്നു, എല്ലാ മതസമവാക്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ ഈ 99-98 MLA-മാരും മുഖ്യമന്ത്രിയും കുടുംബസമേതം വന്ന് താമസിച്ച് അവിടെ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അന്തം വിട്ട ആലോചനകൾ നടക്കുന്നത്. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. UDF-ൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയല്ല വരേണ്ടത് എന്ന് കൃത്യമായി പറയുകയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ. എനിക്കൊരു നിലപാടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായ? അത് ആന്റി പിണറായിസാണ്. ആ ആന്റി പിണറായിസം പിണറായിയെ തോൽപ്പിക്കാനും പിണറായിക്കെതിരെ ഇനിയിപ്പോ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്കെതിരെ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോണ്ടെന്ന് ഞാൻ ആലോചിക്കും. ഇപ്പൊ തിരക്കില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എത്ര സമയമില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം, 2011 ഞാൻ ഏറനാട് മത്സരിക്കുന്നു. മാർച്ച് 27 നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് 23. 22 എന്റെ ഉമ്മ മരിക്കുകയാണ്. 23 ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. നോമിനേഷൻ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വരിക. 25 26 വരെ ഞാൻ വീട്ടിൽ തന്നെയാണ്. ഏപ്രിൽ 13 തെരഞ്ഞെടുപ്പ്. 10 വൈകുന്നേരം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കണം. 10 ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. ആ 10 ദിവസം എറണാകുളത്ത് ഓടിയിട്ടാണ് 49,000 വോട്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നത്. അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് എനിക്ക് 5 ദിവസം മതി. 5 ദിവസം പ്രവർത്തിച്ചാൽ മതി. ആളുകൾക്ക് അറിയാലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കല്ലേ. ജനങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യേണ്ട പണിയുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമല്ലോ.